ലഹരിക്കെതിരായ സന്ദേശവുമായി 12 വീട്ടമ്മമാർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സൈക്കിൾ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ അടുത്ത നവംബർ 2-ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര നവംബർ 8-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇത്തരമൊരു സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വീട്ടമ്മമാർക്ക് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ഇന്നലെ സൈക്കിളുകൾ കൈമാറി. അടുത്ത മാസം 2-ാം തീയതിയാണ് ഈ സൈക്കിളുകളിൽ വീട്ടമ്മമാർ തിരുവനന്തപുരത്തേക്ക് ഒരു പോക്ക് പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്. പന്ത്രണ്ട് വീട്ടമ്മമാർ, 5 ജില്ലകൾ, 200-ലേറെ കിലോമീറ്ററുകൾ. ലക്ഷ്യം ഒന്നു മാത്രം: ലഹരിയുടെ പിടിയിലമരുന്ന യുവതിയിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുക. കൊച്ചിൻ കോർപ്പറേഷനിൽ സൈക്കിൾ കൊച്ചിൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാക്കി വരുന്ന കുറച്ച് ബാക്കി വരുന്ന സ്ത്രീകളെ പഠിപ്പിച്ച് തീർക്കാമെന്ന് വെച്ച് നമ്മൾ ഒരു 1-2 ആഴ്ച കൂടെ തന്നെ പഠിപ്പിച്ച് തീർക്കാമെന്ന് തുടങ്ങിയതാണ്. അതാണ് ഓർഗാനിക്കായിട്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ട് ഇത്രയും വലിയൊരു മൂവ്മെന്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തത്. 45 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാരാണ് പങ്കെടുക്കുന്നത്. യാത്ര കടന്നു പോകുന്ന വഴിയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം നടത്തും. നാടൻപാട്ട് സംഘവും പരിപാടിയുടെ ഭാഗമാകും. കേരളീയം, ഗ്ലോബൽ കേരള, ഷീ സൈക്ലിംഗ്, ഇൻഡസ് മീഡിയ വെഞ്ചേഴ്സ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ബൈസൈക്കിൾ മേയർ എന്നറിയപ്പെടുന്ന പ്രകാശ് പി ഗോപിനാഥാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർ സീനത്ത് MA ആണ് യാത്രയുടെ ക്യാപ്റ്റൻ. 12 പേരെയും കൊണ്ട് കൊച്ചി ടു ട്രിവാൻഡ്രം യാത്ര ചെയ്യുന്നത് അത് ലഹരിക്കെതിരെയാണ്. ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാര് പ്രകടിപ്പിക്കുന്നത് എല്ലാ സ്ത്രീകളിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഷീ സൈക്ലിങ്ങിന്റെ ഈ ഒരു ഗുണം കൊണ്ട് ചെറുതാണെങ്കിലും സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കാര്യമാണ്. സിനിമാ താരവും മാധ്യമ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ യാത്രയ്ക്ക് വേണ്ട 12 സൈക്കിളുകളും കൈമാറി. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് യാത്ര. 24 കൊച്ചി. ഇതിന്റെ സംഘാടകരിൽ ഒരാളായ ലാലു ജോസ് വളരെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം എന്നെ വിളിച്ചറിയിച്ചത്. താങ്ക് യു.